ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ്സസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൊസൈറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, അതുപോലെ എന്താണ് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചും, സ്റ്റാറ്റസ്, റോൾ, അതുപോലെ സൊസൈറ്റി, ഇതുപോലുള്ള കുറേ കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ പ്രോസസ്സസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സോഷ്യൽ പ്രോസസ്സസ് എന്ന് നമുക്ക് നോക്കാം. The concept of social processes refers to some of the general and recurrent form that social interaction may take. അപ്പോൾ സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് സാമൂഹ്യ പ്രക്രിയ എന്ന ആശയം സാമൂഹിക ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് ആവർത്തിച്ചു വരുന്ന സോഷ്യൽ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് ആവർത്തിച്ചു വരുന്ന ചില ഒരു ഫോംസിനെ അല്ലെങ്കിൽ ചില രൂപങ്ങളെയാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സസ് എന്ന് പറയുന്നത്. അതായത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ആക്ടിവിറ്റി നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഏതൊരു വ്യക്തിയുടെയും സാമൂഹികമായിട്ടുള്ള അവരുടെ സോഷ്യൽ ലൈഫിൽ വളരെയധികം പ്രധാനമാണ്. ഒരു വ്യക്തിക്കും ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയില്ല. അവർക്ക് എന്താണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് മറ്റു വ്യക്തികളോടോ അല്ലെങ്കിൽ അവർ ഭാഗമാകുന്ന സാമൂഹിക ഗ്രൂപ്പിൽ സോഷ്യൽ ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് പരസ്പരം ഇന്ററാക്ട് ചെയ്തേ മതിയാകൂ. അപ്പോൾ അവിടെ സോഷ്യൽ ഇന്ററാക്ഷൻ അവിടെ പ്രാധാന്യമുണ്ട്. അത് സോഷ്യൽ ലൈഫിൽ ഒരു വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തിൽ എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ ഇടപെടലുകളിൽ നിന്നാണ് സോഷ്യൽ പ്രോസസ്സസ് സാമൂഹിക പ്രക്രിയ എന്ത് ചെയ്യുന്നത് ഡെവലപ്പായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ the interaction between individuals and groups occur in the form of social processes. Social process refers to form of social interaction that occur again and again. അപ്പോൾ സോഷ്യൽ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ വ്യക്തികളുടെ ആവർത്തിച്ച് വരുന്ന അവരുടെ പെരുമാറ്റത്തെയാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സസ് എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾ ഒരു ഗ്രൂപ്പിലെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒരുപാട് രീതിക്ക് അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അവർ ആവർത്തിച്ച് വരുന്ന അവരുടെ പെരുമാറ്റ രീതികളൊക്കെയാണ് നമ്മൾ സാമൂഹിക പ്രക്രിയ അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. The meaning of social interaction. Social interactions are reciprocal relationship which not only influence the interacting individual but also the quality of relationship. അപ്പൊ എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ഇടപെടലിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ഇടപെടലുകൾ പരസ്പര ബന്ധങ്ങളാണ്. ഇത് ആശയവിനിമയം ചെയ്യാനും അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വ്യക്തികൾ മാത്രമല്ല അവർ ഭാഗമാകുന്ന ആ ഒരു ഗ്രൂപ്പിൽ അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രൂപ്പുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആർ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് വിച്ച് നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ് ദ ഇന്ററാക്ടിംഗ് ഇൻഡിവിജ്വൽ ബട്ട് ആൾസോ ദ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ്. അവിടെ എന്താണ് അവിടെ ആ ഒരു ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ആ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിൽ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രക്രിയയ്ക്ക് ഏറ്റവും ബേസ് ആയിട്ടുള്ള സാമൂഹിക പ്രക്രിയയുടെ ഒരു അടിസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോഷ്യൽ പ്രോസസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിരവധി സോഷ്യോളജിസ്റ്റുകൾ പലതരത്തിൽ ഈ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. ഈ ഡെഫിനിഷൻസ് കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ ഗിൻസ്ബർഗ് പറയുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the various modes of interaction between individual or groups including cooperation and conflict, social differentiation and integration, development, arrest and decay. അപ്പോൾ ഗിൻസ്ബർഗ് പറയുന്ന സാമൂഹിക പ്രക്രിയകൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സഹകരണവും അതുപോലെ തന്നെ സംഘട്ടനവും സാമൂഹിക വ്യത്യാസങ്ങളും സംയോജനവും വികസനവും അപജയവും എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ആശയവിനിമയ രീതിയാണ്, മോഡ് ഓഫ് ഇന്ററാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള മോഡ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് അവിടെ എന്തൊക്കെ ഉൾപ്പെടുന്നു? ആ ഒരു മോഡ് ഓഫ് ഇന്ററാക്ഷനിൽ കോൺഫ്ലിക്റ്റ് ഉൾപ്പെടാം, അതുപോലെ തന്നെ കോപ്പറേഷൻ ഉൾപ്പെടാം, അതുപോലെ തന്നെ വ്യത്യാസങ്ങൾ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഡെവലപ്മെന്റും എല്ലാം ഉൾപ്പെടാം. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മോഡ് ഓഫ് ഇന്ററാക്ഷൻ ആണ് സോഷ്യൽ പ്രോസസ്സസ് സാമൂഹിക പ്രക്രിയ എന്നാണ് ഗിൻസ്ബർഗ് ഡിഫൈൻ ചെയ്യുന്നത് സോഷ്യൽ പ്രക്രിയയെ കുറിച്ച് അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അക്കോർഡിംഗ് ടു ഹോട്ട് ആൻഡ് ഹണ്ട്. ഇനി ഹോട്ട് ആൻഡ് ഹണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഹോട്ട് ആൻഡ് ഹണ്ട് പറയുന്നത് ടേം സോഷ്യൽ പ്രോസസ് refers to the
repetitive form of behavior. അവിടെ എന്താണ് ഹോട്ടൺ ഹണ്ട് പറയുന്നത്? ഇതൊരു repetitive form of behavior ആണ്. കണ്ടേ, ഇത് നോക്കുക, നമ്മൾ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ല ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. കാരണം ഡെഫിനിഷൻസ് ഫുൾ നമുക്ക് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഡെഫിനിഷനിൽ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡെഫിനിഷനിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ എന്താണ് സെന്റൻസ് ഏതാണോ അത് മാർക്ക് ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആരാണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഹോട്ടൺ ഹണ്ട് സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇത് എന്താണ്? ഇതൊരു റിപ്പറ്റേറ്റീവ് ഫോം ഓഫ് ബിഹേവിയർ ആണ് വിച്ച് ആർ കോമൺലി ഫൗണ്ട് ഇൻ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ സാധാരണയായി കാണപ്പെടുന്ന സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ ബിഹേവിയറിന്റെ ആവർത്തന രൂപത്തെയാണ് സാമൂഹിക പ്രക്രിയ അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സസ് എന്ന് പറയുന്നത് എന്നാണ് ഹോട്ടൺ ഹണ്ട് സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് സോഷ്യൽ പ്രോസസ്സസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ സോഷ്യൽ പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തികൾ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വ്യക്തികളുടെ പെരുമാറ്റം ബിഹേവിയർ ആവർത്തിച്ച് വരുന്ന അവരുടെ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഇതിൽ നിന്നുമാണ് സാമൂഹിക പ്രക്രിയ ഡെവലപ്പ് ആകുന്നതെന്ന് പറഞ്ഞു അല്ലേ? സോ അതിനെയാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് വ്യക്തികളുടെ ആവർത്തിച്ച് വരുന്ന അവരുടെ പെരുമാറ്റ രീതികൾ അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെയാണ് സോഷ്യൽ പ്രോസസ്സിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രധാനമായും സോഷ്യൽ പ്രോസസ്സ് രണ്ട് തരത്തിലാണുള്ളത്. the type of social process ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? അസോസിയേറ്റീവ് പ്രോസസ്സും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും. അപ്പൊ എന്താണ് സോഷ്യൽ പ്രോസസ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രക്രിയ? പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെയാണ്? അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്, ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അപ്പൊ ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. സോഷ്യോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ പുതുതായിട്ടുള്ളവർ പഠിക്കുന്നവരാണെങ്കിലും മനസ്സിലാക്കുക, നമ്മൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് വിളിക്കാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ എന്താണ് ഡിസ്ജങ്ക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ഇന്റഗ്രേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സോഷ്യൽ പ്രോസസ്സ്? പ്രധാനമായി രണ്ട് തരത്തിലാണ്. അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും ഉണ്ട്, ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് ഓർ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്, ആ പേരുകളൊന്നും മറക്കരുത് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിലപ്പോൾ എക്സാമിന് എടുത്ത് ചോദിക്കാൻ. ചിലപ്പോൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിന്റെ മറ്റൊരു പേര് കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ്. അപ്പൊ ഇതൊക്കെ എടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് മാറിപ്പോകാതെ ഓർക്കുക. അപ്പോൾ അസോസിയേറ്റീവ് ഓർ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സ് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ചില സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും അല്ലെങ്കിൽ എന്താണ് ഇന്ററാക്ഷൻസ് ഒക്കെയാണ്. സോഷ്യൽ ഇന്ററാക്ഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് മെയിൻലി വരുന്നത്. അപ്പോൾ ദീസ് സോഷ്യൽ പ്രോസസ് വർക്ക് ഫോർ ദ സോളിഡാരിറ്റി ആൻഡ് ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. അപ്പൊ സമൂഹത്തിന്റെ ഈ ഒരു സാമൂഹിക പ്രക്രിയകൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഐക്യദാർഢ്യത്തിനും സമൂഹത്തിന്റെ പ്രയോജനകരമാകുന്ന രീതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആണ് ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് നമുക്ക് പറയാം. അതായത് ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന സാമൂഹിക പ്രക്രിയയാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത് എന്തൊക്കെ പാറ്റേണോ എന്തൊക്കെ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. This category of social processes include cooperation, accommodation, assimilation and acculturation. അപ്പൊ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കോർപ്പറേഷൻ സഹകരണം, അതുപോലെ തന്നെ അക്കോമഡേഷൻ എന്താണ് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് അവരെ മറ്റുള്ള സമൂഹത്തിന്റെ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക അക്കോമഡേറ്റ് ചെയ്യുക. നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് അസിമിലേറ്റ് ചെയ്യുക, സ്വാംശീകരിക്കുക, അക്കൾച്ചറേഷൻസ് എന്ത് ചെയ്യുക അത്തരം പ്രോസസ്സുകൾ. ഓക്കെ, അതായത് ഈ കോർപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, അക്കൾച്ചറേഷൻസ്. അപ്പൊ ഇത്തരം കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ പ്രോസസ്സുകളെല്ലാം തന്നെ ഈ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്താണ് ഉൾപ്പെടുന്നത്. സോ ഇതൊക്കെ എന്തുകൊണ്ട് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു സോളിഡാരിറ്റി ഈ സോഷ്യൽ പ്രോസസ്സുകൾ ഈ കോർപ്പറേഷൻ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അക്കോമഡേഷൻ ആയിക്കൊള്ളട്ടെ അസിമിലേഷൻ ആയിക്കൊള്ളട്ടെ അക്കൾച്ചറേഷൻ ആയിക്കൊള്ളട്ടെ ഇതെല്ലാം എന്താണ് സോഷ്യൽ സോളിഡാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ ആൾക്കാരെ സമൂഹത്തിലെ വ്യക്തികളെ തമ്മിൽ ഒരുമിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്തരം സോഷ്യൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ പ്രോസസ്സുകൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്.
ഇപ്പൊ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആൾസോ കാൾഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഓർ ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്. അപ്പൊ എന്താണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡിസിൻറ്റഗ്രേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. ആൾസോ ദീസ് പ്രോസസ് ഹിൻഡർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അപ്പൊ ഇതെന്താണ്? ഈ ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഡെവലപ്മെന്റിനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തടസ്സമായിട്ട് നിൽക്കുന്നു. എന്നിരുന്നാൽ പോലും എന്താണ് their absence results in stagnation of society. സോ ഇത്തരം സോഷ്യൽ പ്രോസസ്സുകൾ നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും ഇത്തരം ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ സമൂഹത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സാമൂഹിക സ്തംഭനാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ സ്റ്റാഗ്നേഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫ്യൂ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഡിസോസിയേറ്റീവ് പ്രോസസ്സസ് ആർ കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ഡിസോസിയേഷൻസ് എക്സെട്ര. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? കോമ്പറ്റീഷൻ മത്സരം, കോൺഫ്ലിക്റ്റുകൾ വഴക്കുകൾ, ഡിസോസിയേഷൻസ് വിഘടനം, ഇതൊക്കെയാണ് പ്രധാനമായും ഉള്ള എന്താണ് ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്ന സോഷ്യൽ ഇന്ററാക്ഷൻസുകൾ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് സോഷ്യൽ പ്രോസസ്സുകൾ രണ്ട് തരമുണ്ട്. അസോസിയേറ്റീവ് പ്രോസസ്സും ഉണ്ട്, ഡിസോസിയേറ്റീവ് പ്രോസസ്സും ഉണ്ട്. അസോസിയേറ്റീവ് പ്രോസസ്സിനെ നമ്മൾ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നു. ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ ഡിസിൻറ്റഗ്രേറ്റീവ് ഓർ ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അസോസിയേറ്റീവ് പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്ന സോഷ്യൽ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്? കോർപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, അക്കൾച്ചറേഷൻ. ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്ന സോഷ്യൽ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്? കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ഡിസോസിയേഷൻസ്. മാറിപ്പോകരുത്, ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൺജങ്ക്റ്റീവ് പ്രോസസ്സ് ആൻഡ് അതുപോലെ തന്നെ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്സ്, അങ്ങനെ രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഈ അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ് അല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു. ഈ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് സമൂഹത്തിലെ ആൾക്കാരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഐക്യദാർഢ്യം ഊട്ടിയുറപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ആണ് ഈ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ആൻഡ് എന്തൊക്കെയാണ് ഈ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്ന സോഷ്യൽ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്? കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സോ അതിൽ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എടുത്ത് പറയാം. ഫസ്റ്റ് വൺ കോർപ്പറേഷൻ. അതൊരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് അല്ലെ? കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സിന് അണ്ടറിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോർപ്പറേഷൻ refers to individuals or groups working together to achieve shared goals or solve common problems. അപ്പൊ എന്താണ് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ, സാമൂഹിക ഇടപെടലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് പങ്കിട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ വേണ്ടിയിട്ട് ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് ഈ കോർപ്പറേഷൻ എന്നൊരു കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ പ്രോസസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഇവിടെ എന്താണ്, എന്തിനു വേണ്ടിയാണ് കോർപ്പറേറ്റ് ചെയ്യുന്നത്? refers to individual or group working together. വ്യക്തികൾ ഭാഗമാകുന്ന ഗ്രൂപ്പുകളോ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? ടു അച്ചീവ്ഡ് ഷെയർഡ് ഗോൾസ്, ഒരുമിച്ച് അല്ലെങ്കിൽ പങ്കിട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനോ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനോ അതിനുവേണ്ടി സൊല്യൂഷൻ കണ്ടെത്താനോ ആൾക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ കോർപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എന്താണ് കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ കോർപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് പെർവേഴ്സീവ് ആൻഡ് കണ്ടിന്യൂസ് സോഷ്യൽ പ്രോസസ്. അപ്പൊ എന്താണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്? ഒരു പെർവേഴ്സീവ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രക്രിയയാണ് നമുക്ക് പറയാം അല്ലെ? വ്യക്തികൾ എപ്പോഴും പരസ്പരം ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായി കൊണ്ടൊക്കെ പരസ്പരം എപ്പോഴും എന്താണ് സഹകരിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സൊസൈറ്റിയിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സോഷ്യൽ പ്രോസസ് ആണ് കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് വെരി ബേസിക്സ് ഓഫ് സോഷ്യൽ എക്സിസ്റ്റൻസ് അല്ലെ? എന്താണ് ഇത് ഒരു സോഷ്യൽ എക്സിസ്റ്റൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാം. The term corporation is derived from the Latin word, two Latin words, അതായത് co means together and അതുപോലെ തന്നെ operare means to work എന്നുമാണ്. അപ്പൊ operare എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡുകളിൽ നിന്നുമാണ് എന്ത് ഡിറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്? കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഗദർ എന്നാണ്, അതുപോലെ ഒപ്പേററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വർക്ക് എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് why it is conjunctive, എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ അത് കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ടു പ്രൊമോട്ട് മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് ടീം വർക്ക്.
നമ്മൾ പറഞ്ഞു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുമ്പോൾ വ്യക്തികൾ തമ്മിൽ ആൾക്കാരെ ഒരുമിപ്പിച്ച് നിർത്താനും സമൂഹത്തിൽ ഒരു ഐക്യദാർഢ്യം നിലനിർത്തുകയും ചെയ്യുന്ന സാമൂഹിക പ്രക്രിയകളെയാണ് നമ്മൾ അസോസിയേറ്റീവ് ഓർ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അത് എന്തുകൊണ്ട് കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർപ്പറേഷനിലൂടെ മ്യൂച്വൽ സപ്പോർട്ട് ആൻഡ് ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു എന്താണ് ആൾക്കാരെ ഒരുമിപ്പിച്ച് നിർത്തുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അത് ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയി മാറിയത്. ആൻഡ് സ്ട്രെങ്തൻ societal bonds by aligning individual effort toward common objective. അതുപോലെ തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആൾക്കാരെ ഒന്നിപ്പിച്ച് നിർത്തുകയും അവിടെ ഒരു സൊസൈറ്റൽ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു ഈ കോർപ്പറേഷനിലൂടെ. സോ അതുകൊണ്ട് ഇതൊരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയി മാറി. ആൻഡ് കോർപ്പറേഷനുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? ഫാമേഴ്സ് പൂളിംഗ് റിസോഴ്സസ് ഫോർ എ ഹാർവെസ്റ്റ്. എന്താണ്? വിളവെടുപ്പിനായിട്ട് വിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് കർഷകർ ഒരുമിച്ച് കൂടുന്നു. അതുപോലെ തന്നെ നാഷൻസ് കൊളാബറേഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇനിഷ്യേറ്റീവ്സ്, അതായത് കാലാവസ്ഥ വ്യതിയാന സംരംഭങ്ങളിൽ എന്താണ് അത് ആ ഒരു കാലാവസ്ഥ വ്യതിയാനത്തെ തടയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് വിശകലനം ചെയ്യാനും പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളെല്ലാം ഒത്തുചേരുന്നത് എന്താണ്? ഇതൊക്കെ കോർപ്പറേഷന്റെ ഭാഗമാണ് അല്ലെ? ഇതൊക്കെ ഒരു കോർപ്പറേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. സോ അപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സോഷ്യൽ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രോസസ് ആണ്. വ്യക്തികൾ തമ്മിൽ പരസ്പരം എന്താണ് വളരെ ബോധപൂർവമാണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷനിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സോ അതൊക്കെ കോർപ്പറേഷന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു എൻഡ് ഉണ്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വ്യക്തികൾ എന്ത് ചെയ്യുന്നത്? കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ് കോർപ്പറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ കോർപ്പറേഷന്റെ സവിശേഷതകളായിട്ട് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കോർപ്പറേഷനെ പല സോഷ്യോളജിസ്റ്റുകൾ പലതരത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മാക്കേബർ ആൻഡ് പേജ് ആണെങ്കിൽ കോർപ്പറേഷനെ 2 തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് കോർപ്പറേഷനും അതുപോലെ ഇൻഡയറക്റ്റ് കോർപ്പറേഷനും. ഇപ്പൊ ഡയറക്റ്റ് കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി വിത്ത് ഈച്ച് അതേഴ്സ് അല്ലെ? അവിടെ കോർപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്ട്ലി ആണ്. വ്യക്തികൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്? കോർപ്പറേറ്റ് ചെയ്യുന്നു. ഇതിനെ ഡയറക്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നു എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോർപ്പറേഷൻ ഉണ്ട്. എന്താണ്? ഇൻഡയറക്റ്റ് കോർപ്പറേഷൻസും ഉണ്ട്. ഇപ്പൊ ഇൻഡയറക്റ്റ് കോർപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്? കോർപ്പറേറ്റ് ചെയ്യുന്നു, സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ്, വ്യക്തികൾ സഹകരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ AW ഗ്രീന്റെ അഭിപ്രായത്തിൽ കോർപ്പറേഷൻ പ്രൈമറി കോർപ്പറേഷൻ, സെക്കൻഡറി കോർപ്പറേഷൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്? ടൈപ്പ് ഓഫ് കോർപ്പറേഷനകത്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്ന പോയിന്റുകളാണ്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് അത് അത്രയും ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അസോസിയേറ്റീവ് അല്ലെങ്കിൽ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് അക്കോമഡേഷൻ. എന്താണ് അക്കോമഡേഷൻ എന്നുള്ളത്? അപ്പൊ എന്താണ് അക്കോമഡേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. Accommodations is the adjustment between conflicting individuals or groups, enabling coexistence without resolving underlying differences. അപ്പോൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ഗ്രൂപ്പുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തർക്കം ഉണ്ടായ ശേഷം അവിടെ എന്നും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ എന്താണ്? അവിടെ ഒരു സ്റ്റെബിലിറ്റി, സോഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുമായിട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തെ ഓവർകം ചെയ്യാം, പ്രശ്നത്തെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇസ് അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ് എനേബിളിംഗ് കോഎക്സിസ്റ്റൻസ് വിത്തൗട്ട് റിസോൾവിംഗ് അണ്ടർലൈങ് ഡിഫറൻസസ്. അതാണ് ഈ അക്കോമഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലൂടെ എന്താണ്? അവിടെ എന്ത് ചെയ്യാം? മറ്റൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഒരു ഐക്യം ഫോം ആവുന്നുണ്ട്, ഒരു യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതൊരു കൺജങ്ക്റ്റീവ് പ്രോസസ് ആയിട്ട്, കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് അക്കോമഡേഷൻ മാറുന്നു. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് പീസ് ട്രീറ്റീസ് ബിറ്റ്വീൻ നാഷൻസ്. അതായത് നമുക്കറിയാം വേൾഡ് വാറിനൊക്കെ ശേഷം നമ്മൾ എന്താണ് സമാധാന കരാറിലൊക്കെ അല്ലെ, ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റീസിലൊക്കെ വേഴ്സൈസ് ട്രീറ്റി അതുപോലെ പല ഉടമ്പടികളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒപ്പുവെക്കുകയാണ്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, എന്ത് ചെയ്യുക, നിങ്ങളുടെ അതിർത്തിയിലോട്ട് കയറത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രീറ്റിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒപ്പുവെക്കുന്നു. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അക്കോമഡേഷൻ എക്സാമ്പിൾ ആണ്. കാരണം അവിടെ എന്താണ്? ആ ഒരു കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഇൻഡിവിജ്വലുമായിട്ടോ ആ ഒരു ഗ്രൂപ്പുമായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്
അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ തയ്യാറാവുകയാണ്. സോ അപ്പോൾ അവിടെ ഒരു യൂണിറ്റി, ഒരു ഐക്യദാർഢ്യം ഉടലെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐക്യദാർഢ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഇതൊരു കൺജങ്ക്റ്റീവ് പ്രോസസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ കോംപ്രമൈസസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ ടു അവോയ്ഡ് സ്ട്രൈക്സ്. അപ്പോൾ സമരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുമായിട്ടൊക്കെ ഒരു കോംപ്രമൈസിൽ എത്തുന്നത്. സോ ഇതൊക്കെ അക്കോമഡേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു തർക്കത്തിന്റെ ഒരു അവസാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇത് ബോധപൂർവവും അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും ഈ അക്കോമഡേഷനിലേക്ക് എത്തപ്പെടാം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റിന്റെ എൻഡിൽ സംഭവിക്കുന്ന കാര്യമാണ്. റാഷണാലിറ്റി അല്ലെങ്കിൽ റാഷണലൈസേഷൻസ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈട്ട് കൊയേഷൻ, അതായത് സമ്മർദ്ദങ്ങളാണ് ഈ ഒരു അക്കോമഡേഷനിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത്. സോ ഇതൊക്കെ അക്കോമഡേഷന്റെ സവിശേഷതകളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നെക്സ്റ്റ് കൺജങ്ക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് അസിമിലേഷൻ ആണ്. എന്താണ്? അസിമിലേഷൻ ആണ്. Assimilation is a process through which individual or group adopt the cultural norms, values and traits of another group, leading to integration. അപ്പൊ എന്താണ് assimilation എന്ന് വെച്ച് കഴിഞ്ഞാൽ? സിംപ്ലി വ്യക്തികളോ ഗ്രൂപ്പുകളോ ഇപ്പൊ മറ്റൊരു ഗ്രൂപ്പിന്റെ സംസ്കാരത്തെയോ മറ്റൊരു ഗ്രൂപ്പിന്റെ മൂല്യങ്ങളെയോ മാനദണ്ഡങ്ങളെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? അഡോപ്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഐക്യം അവിടെ, ഒരു ഇന്റഗ്രേഷൻ, ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യം അവിടെ ഡെവലപ്പ് ആയി വരുന്നു എന്ന് നമുക്ക് പറയാം. ഇപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ അസിമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ കൾച്ചറും നോംസും വാല്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു യൂണിറ്റി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ അവിടെ ഉടലെടുക്കുന്നു എന്നാണ് പറയുന്നത്. സോ അസിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് അഡോപ്റ്റ് ദ കൾച്ചറൽ നോംസ്, വാല്യൂസ് ആൻഡ് ട്രൈ ടു അനദർ ഗ്രൂപ്പ്. ഓക്കെ, മറ്റ് ഗ്രൂപ്പുകളുടെ കൾച്ചറൽ നോംസും വാല്യൂസോ അല്ലെങ്കിൽ എന്താണ് അവരുടെ കൾച്ചർ ഇതൊക്കെ ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിമുലേഷൻ എന്ന് പറയുന്നത്. സോ ഇതിലൂടെ എന്താണ്? ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റി, ഒരു ഏകീകരണം ഉറപ്പുവരുത്തുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൺജങ്ക്റ്റീവ് പ്രോസസ് ആയിട്ട് മാറുന്നത്. To reduces cultural differences and foster inclusivity. ഇപ്പോൾ എന്താണ് ഈ അസിമുലേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ് എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ്? കൾച്ചറൽ ഡിഫറൻസസിനെ റെഡ്യൂസ് ചെയ്യുകയും, അതായത് സാംസ്കാരിക വൈവിധ്യങ്ങളെ റെഡ്യൂസ് ചെയ്യുകയും ഒരു ഇൻക്ലൂസിവിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സമൂഹത്തെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറുന്നു. ആൻഡ് അതുപോലെ തന്നെ യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുകയും ക്രിയേറ്റിംഗ് എ ഷെയർഡ് കൾച്ചറൽ ഐഡന്റിറ്റി, ഒരു എന്താണ് ഷെയർഡ് ആയിട്ടുള്ള എന്താണ് പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഈ അസിമുലേഷൻ എന്ന് പറയുന്ന സോഷ്യൽ പ്രോസസ്സിലൂടെ ഡെവലപ്പ് ആവുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് ഇതൊരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇമിഗ്രന്റ് അഡോപ്റ്റിംഗ് ദ ലാംഗ്വേജ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദിയർ ഹോസ്റ്റ് കൺട്രി. എന്താണ്? ഇപ്പൊ കുടിയേറ്റക്കാർ അവിടെ ആതിഥേയ രാജ്യത്തിന്റെ ഭാഷയും പാരമ്പര്യങ്ങളും ഒക്കെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഡൈവേഴ്സ് എത്നിക് ഗ്രൂപ്പ്സ് ഇൻ എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. എന്താണ്? ഒരു മൾട്ടി കൾച്ചറൽ സമൂഹത്തിൽ വൈവിധ്യമാർന്ന വംശീയ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സംയോജിക്കപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അസിമുലേഷൻ എക്സാമ്പിൾ ആണ്. സോ ഇവിടെയൊക്കെ എന്ത് പറ്റുന്നുണ്ട്? മറ്റൊരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളുടെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിന്റെയോ സംസ്കാരവും വാല്യൂസും നോംസും ഒക്കെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അസിമുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതിലൂടെ ഒരു ഇന്റഗ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, കൾച്ചർ ഐഡന്റിറ്റി ഷെയർ ചെയ്യപ്പെടുന്നു, ആൻഡ് അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസസ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു, ആൻഡ് ഇൻക്ലൂസിവിറ്റിയെ ഫോസ്റ്റർ ചെയ്യുന്നു. സോ അതുകൊണ്ട് ഈ ഒരു അസിമുലേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. മറ്റൊരു കൺജങ്ക്റ്റീവ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ ഐഡന്റിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളെ തമ്മിൽ യൂണിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സംയോജിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ഇന്റഗ്രേഷൻ എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ എന്താണ് ഇന്റഗ്രേഷൻ? ഇൻവോൾവ് ബ്ലെൻഡിങ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ് ഇൻടു എ യൂണിഫൈഡ് സോഷ്യൽ സ്ട്രക്ചർ വൈൽ പ്രിസർവിംഗ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതൊരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറയാം. കാരണം ഇവിടെ എന്താണ്? വൈവിധ്യമാർന്ന സാമൂഹിക ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു. അവിടെ വ്യക്തിഗത ഐഡന്റിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന സാമൂഹിക ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ സംയോജിപ്പിക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കൺജങ്ക്റ്റീവ്
എന്താണ് സോഷ്യൽ പ്രോസസ് ആയിട്ട് പറയാം. കാരണം ഇത് എൻകറേജസ് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ. ഇവിടെ വൈവിധ്യമാർന്ന സാമൂഹിക ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ തമ്മിൽ ഒന്നിപ്പിക്കുമ്പോൾ യൂണിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് എല്ലാ വ്യക്തികൾക്കും എല്ലാ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാർക്കും ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. ആൻഡ് പ്രൊമോട്ട് സൊസൈറ്റി ഹാർമണി ബൈ ബാലൻസിങ് ഡൈവേഴ്സിറ്റി വിത്ത് യൂണിറ്റി. അതായത് വൈവിധ്യങ്ങളെ തമ്മിൽ, ഇപ്പൊ വൈവിധ്യമാർന്ന ഓരോ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാണ്. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുന്ന ആൾക്കാരും വ്യത്യസ്തമാണ്. അപ്പൊ ഇവരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന സമയത്ത് അവിടെ വൈവിധ്യങ്ങളെ തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും അതിലൂടെ ഒരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതിലൂടെ എന്താണ് ഒരു സൊസൈറ്റിയുടെ ഹാർമണി, സാമൂഹികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നു. സോ അതുകൊണ്ട് എന്താണ് ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സ് ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് പോളിസീസ് പ്രൊമോട്ടിംഗ് റിലീജിയസ് ഓർ എത്നിക് ഇൻക്ലൂഷൻ ഇൻ സ്കൂൾസ് ആൻഡ് വർക്ക് പ്ലേസസ്. എന്താണ് സ്കൂളുകളിലും അതുപോലെ ജോലി സ്ഥലങ്ങളിലും മതപരമോ വംശീയമോ ആയ വംശീയമോ ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ചില നയങ്ങളുണ്ട്. സോ അതൊക്കെ ഇന്റഗ്രേഷന്റെ ഭാഗമാണ്. സോ ഇതൊക്കെ അവരെ ഒന്നിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ആൻഡ് കമ്മ്യൂണിറ്റി പ്രോജക്ട് എൻഗേജിങ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളെ തമ്മിൽ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇടപഴകിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകൾ, ഇതൊക്കെ എന്താണ് ഇന്റഗ്രേഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പൊ ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് ഒരു തടസ്സങ്ങൾ, സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വികസനത്തിനും ഒക്കെ ഒരു തടസ്സം ഉണ്ടാക്കുന്ന സാമൂഹിക പ്രക്രിയകളെയാണ് നമ്മൾ ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇതൊരു സമൂഹത്തിന്റെ ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ ഗ്രോത്തിനൊക്കെ തടസ്സമാണ് എങ്കിൽ പോലും എന്താണ് ഇത്തരം സാമൂഹിക പ്രക്രിയകൾ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ സമൂഹത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സമൂഹം എന്താണ് ഒരു നിശ്ചലമായ ഒരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന രണ്ട് തലങ്ങൾ അല്ലെങ്കിൽ രണ്ട് തരങ്ങളായിട്ട് വേർതിരിച്ച് നിർത്തുന്ന സാമൂഹിക പ്രക്രിയകളാണ് ഈ ഡിസ്റ്റിങ്ക്റ്റീവ് പ്രോസസ് എന്ന് മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് വൺ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സമൂഹത്തിലും കണ്ടുവരുന്ന പ്രോസസ് ആണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ കോൺഫ്ലിക്റ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഒപ്പോസ് ഓർ കൺഫ്രണ്ട് ഈച്ച് അതർ ഡ്യൂ ടു ഇൻകംപാറ്റിബിൾ ഗോൾസ് ഓർ ഇൻട്രസ്റ്റ്. അതായത് അവരുടേതായിട്ടുള്ള ഗോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള ഗ്രൂപ്പുകളുമായിട്ട് മത്സരിക്കുന്നു അല്ലെ. അപ്പൊ എല്ലാ സമൂഹത്തിലും ഈ ഒരു പ്രോസസ്സ് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. സോ എന്താണ് ഇപ്പൊ കിങ്സ്ലി ഡേവിസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിളിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് അല്ലെങ്കിൽ മോഡിഫൈഡ് ഫോം ഓഫ് സ്ട്രഗിൾ ആണ് കോൺഫ്ലിക്റ്റ് എന്നാണ് കിങ്സ്ലി ഡേവിസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം എല്ലാ സമൂഹത്തിലും ഇത് എന്താണ് കണ്ടുവരുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. ഏത് മേഖലയിലും നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്. ഇതൊക്കെ കോൺഫ്ലിക്റ്റിന്റെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാം. ഇതൊരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്. അതുപോലെ ഇതൊരു കോൺഷ്യസ് പ്രോസസ് ആണ് അല്ലെ. കോൺഫ്ലിക്റ്റ് എന്താണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇതൊരു പേഴ്സണൽ പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു മീൻസ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, അൺകണ്ടിന്യൂസ് ആണ്. അത് ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ്, സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ് കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാം. സോ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റീവിലേക്ക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റീവ് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇറ്റ് ക്രിയേറ്റ് ഡിവിഷൻ ആൻഡ് ഡിസ്റപ്റ്റ് സോഷ്യൽ ഹാർമണി. സാമൂഹികമായിട്ടുള്ള ഐക്യത്തെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, തടയുകയും അതുപോലെ തന്നെ എന്താണ് ഒരു ഡിവിഷൻസ് അല്ലെങ്കിൽ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ. സോ അതുകൊണ്ടാണ് ഇതൊരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫൺ ഹൈലൈറ്റ് ഇൻഇക്വാലിറ്റീസ് ഓർ പവർ സ്ട്രഗിൾ വിത്തിൻ സൊസൈറ്റി. പലപ്പോഴും സമൂഹത്തിലെ അസമത്വങ്ങളുടെയോ അധികാര പോരാട്ടങ്ങളിലേക്കൊക്കെയോ എത്തിക്കുന്നതിന് കാരണമാകുന്ന സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് ആണ് ഈ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ടാണ് ഇതിനെ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് കോൺഫ്ലിക്റ്റിലുള്ള എക്സാമ്പിൾ ആണ് ലേബർ സ്ട്രൈക്സ്, പ്രൊട്ടസ്റ്റിംഗ് അൺഫെയർ വേജസ്. അതായത് എന്താണ് അന്യായ വേതനത്തിനെ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലാളികൾ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, സമരം നടത്തുന്നത്. പൊളിറ്റിക്കൽ ഡിസ്ട്രപ്റ്റ്സ് ബിറ്റ്വീൻ റൈവൽ പാർട്ടീസ്, എന്താണ് പാർട്ടികൾ തമ്മിൽ എന്ത് ചെയ്യുക, എതിരാളികൾ തമ്മിലുള്ള അല്ലെങ്കിൽ എതിരായിട്ടുള്ള പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ. സോ ഇതൊക്കെ കോൺഫ്ലിക്റ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക്
പറയാമെന്നുള്ളതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് പലതരത്തിലുണ്ട് കേട്ടോ, പല ടൈപ്പുകളായിട്ട് പല സോഷ്യോളജിസ്റ്റുകളും ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട് കോൺഫ്ലിക്റ്റിനെ. സോ ഒവേർട്ട് ആൻഡ് കൊവേർട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോ അങ്ങനെ പല ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒവേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകളാണ് നമ്മൾ ഒവേർട്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് കവേർട്ട് അല്ലെങ്കിൽ കവേർട്ട് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത ആശയപരമായിട്ടുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങളൊക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്താണ് കൺവേർട്ട് അല്ലെങ്കിൽ കവേർട്ട് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുപോലെ എന്താണ് ഇൻവിസിബിൾ എന്താണ് പേഴ്സണൽ ആൻഡ് കോർപ്പറേറ്റ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റുകളാണ് ഈ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ കോർപ്പറേറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് നമ്മൾ കോർപ്പറേറ്റ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ അതുപോലെ ടെമ്പററി കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ എന്താണ് പെർപച്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. സോ അങ്ങനെ പല ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. ആൻഡ് എനിവേ മാക്ഇവർ ആൻഡ് പേജ് കോൺഫ്ലിക്റ്റിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ഡയറക്റ്റ് കോൺഫ്ലിക്റ്റും ഇൻഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന്. ഇപ്പൊ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീൻസ് നേരിട്ട് നടത്തുന്ന അല്ലെങ്കിൽ നേരിട്ട് ഉണ്ടാകുന്ന തർക്കങ്ങൾ, അതിനെയാണ് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിനെ തന്നെ രണ്ട് തരത്തിലൊക്കെ അദ്ദേഹം വീണ്ടും ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ലെസ് വയലന്റ്, മോർ വയലന്റ്. അതായത് ലെസ് വയലന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിനകത്ത് തന്നെ ലെസ് വയലന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, മോർ വയലന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, അങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇൻഡയറക്റ്റ് കോൺഫ്ലിക്റ്റുകളും ഇൻഡയറക്റ്റ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് മാക്ഇവർ ആൻഡ് പേജ് പറയുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ പലതരത്തിൽ എന്താണ് കോൺഫ്ലിക്റ്റുകളെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗില്ലിംഗ് ആൻഡ് ഗില്ലിംഗ് കോൺഫ്ലിക്റ്റിനെ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്നും, അതുപോലെ തന്നെ റാഷ്യൽ കോൺഫ്ലിക്റ്റ്, പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്നിങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ കോൺഫ്ലിക്റ്റുകളെ തന്നെ പല ടൈപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട് എന്നതുകൂടി മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ടു അച്ചീവ് എ ഗോൾ ദാറ്റ് കാനോട്ട് ബി ഷെയർഡ് ഓഫൺ ലീഡിങ് ടു റൈവൽറി. അതായത് പങ്കിടാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിൽ പോരാടുന്നതിനെയാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പലപ്പോഴും ഇതൊരു മത്സരത്തിലേക്ക് നയിക്കുന്ന മത്സരമാണ്. ഓക്കെ, ശരിക്കും പറയാം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ചില വ്യക്തികൾക്ക്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു മത്സരം ഉണ്ടാക്കി അവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം എന്നൊക്കെ ചിന്താഗതികളുണ്ട്. അല്ലെങ്കിൽ അവൻ ജോലി നേടുന്നതിന് മുന്നേ എനിക്ക് ജോലി നേടിയെടുക്കണം, അല്ലെങ്കിൽ അവനേക്കാൾ ഉയർന്ന ജോലി എനിക്ക് നേടിയെടുക്കണം, ഇതൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഒരു ലക്ഷ്യമാണ്. അതിപ്പോൾ ചിലപ്പോൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ഗ്രൂപ്പിന് ഷെയർ ചെയ്യാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്ട്രഗിളിനെയാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോ ഇത് എന്താണ് വൈ ഇറ്റ് ഈസ് ഡിസ്ജങ്ക്റ്റീവ്, ഇത് എന്തുകൊണ്ട് ഒരു ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോസ്റ്റർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഓവർ കളക്റ്റീവ് ഹാർമണി. അതായത് കൂട്ടായിട്ടുള്ള ഒരു ഹാർമണിയിൽ നിന്ന് ഹാർമണി അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു എന്താണ് സംയോജനത്തിൽ നിന്നും മാറി വ്യക്തിഗതമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫോക്കസീവായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമോ കൂട്ടായിട്ടുള്ള ഒരു സംയോജനം ഒന്നും നമുക്കിവിടെ ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ നമുക്ക് കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇതൊരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറിയത്. ആൻഡ് ക്യാൻ ക്രിയേറ്റ് disparities and tension when resources are limited. അപ്പോൾ റിസോഴ്സസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ജോലി നേടിയെടുക്കണം, അപ്പോൾ ജോലിയുടെ ഒരു വാക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. സോ അങ്ങനെ വരുമ്പോൾ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താണ് അത് നേടിയെടുക്കാൻ വേണ്ടി അവനേക്കാൾ എനിക്കത് നേടിയെടുക്കണം എന്ന് പറഞ്ഞ ഒരു സെൽഫായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ ഡെവലപ്പ് ആവും, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ടെൻഷൻസ് ചെയ്യപ്പെടും, റിസോഴ്സ് മീൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഒരു ഡിസ്പാരിറ്റി, അവിടെ ഒരു വേർതിരിവും ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ വേർതിരിവും ടെൻഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കളക്റ്റീവ് ഹാർമണിയേക്കാൾ കൂടുതൽ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റിന് പ്രാധാന്യം വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് പ്രോസസ് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് സ്റ്റുഡൻസ് കോമ്പറ്റിംഗ് ഫോർ ടോപ്പ് അക്കാഡമിക് ഹോണേഴ്സ്, അതുപോലെ ബിസിനസ്സസ് വെയിങ് ഫോർ മാർക്കറ്റ് ഡോമിനൻസ്. സോ ഇതൊക്കെ എന്താണ് കോമ്പറ്റീഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്.
സോ നമ്മൾ പറഞ്ഞു കോൺഫ്ലിക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രഗിളിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് അല്ലെങ്കിൽ മോഡിഫൈഡ് ഫോം ആണ് കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സ്ട്രഗിളിന്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ഫോം ആണ് നമുക്ക് കോമ്പറ്റീഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എന്താണ് ഇതൊരു whenever it's people want are available in a limited supply there is a competition അല്ലേ. അതായത് ഒരു ലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈസ് ഒക്കെ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു എന്താണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, സോ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ചേർച്ചയില്ലാതെ വ്യക്തികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചേർച്ചയില്ലാതെ വ്യക്തികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ എന്നാണ് എന്താണ് ബർഗേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഈ കോമ്പറ്റീഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ഡെഫിനിഷൻസ് ആണ്. നമ്മൾ അത്രയും ആഴത്തിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ഇന്ററാക്ഷൻ വിത്തൗട്ട് സോഷ്യൽ കോണ്ടാക്ട്, ഒരു സോഷ്യൽ കോണ്ടാക്ട് ഇല്ലാതെയുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഈ കോമ്പറ്റീഷനിൽ നടക്കുന്നത്. ഇവിടെ വ്യക്തിഗത ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം, കളക്റ്റീവ് ഹാർമണി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന്റെ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരങ്ങളുണ്ട്, സോഷ്യൽ കോമ്പറ്റീഷൻ ഉണ്ട്, സാമൂഹികപരമായിട്ടുള്ള മത്സരങ്ങളുണ്ട്, എക്കണോമിക്കൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ്, അതായത് വിപണിയിൽ ഇന്ന പ്രോഡക്റ്റിന് കൂടുതൽ എന്താണ് പ്രിഫറൻസ് ഉണ്ടാകണം എന്നുള്ള തരത്തിൽ എന്താണ് കമ്പനികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട് അല്ലെ, ഡിമാൻഡുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഇങ്ങനെ മാർക്കറ്റ് ഡോമിനൻസിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, എക്കണോമിക് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് റാഷ്യൽ കോമ്പറ്റീഷൻസും ഉണ്ട് അല്ലെ. അതായത് സാംസ്കാരികവും അതുപോലെ തന്നെ വംശീയപരമായിട്ടുള്ള മത്സരങ്ങൾ, കോമ്പറ്റീഷൻസ് നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. ഇങ്ങനെ നിരവധി ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. സോ കോമ്പറ്റീഷൻ എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് സോഷ്യൽ പ്രോസസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ഡിസോസിയേഷൻ ആണ്. അതായത് വേർതിരിവ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് വേർതിരിവ് എന്നുള്ളതാണ്. ഡിസോസിയേഷൻ refers to the breaking of social bond leading to isolation or exclusion. അതായത് വേർപിരിയൽ എന്നത്, ഡിസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാമൂഹിക ബന്ധങ്ങൾ തകർക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് ഒറ്റപ്പെടലിനെയോ അല്ലെങ്കിൽ ഒഴിവാക്കലിനെയോ സൂചിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ അത്തരമൊരു വേർഡാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിൽ വ്യക്തികളെ ഒറ്റപ്പെടുത്തി നിർത്തുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുന്ന സാമൂഹിക പ്രക്രിയയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് എന്തുകൊണ്ട് ഇതൊരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വീക്കൻഡ് സോഷ്യൽ കൊഹേഷൻ ബൈ ഫ്രാഗ്മെന്റിംഗ് റിലേഷൻഷിപ്പ്. അതായത് സാമൂഹിക ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നു, ശിഥിലീകരിക്കുന്നു. അത് സാമൂഹിക ഐക്യത്തെ എന്ത് ചെയ്യുന്നു, ദുർബലപ്പെടുത്തുന്ന ഒരു സാമൂഹിക പ്രക്രിയ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ പ്രോസസ് ആണ് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ എന്നുള്ളത്. ആൻഡ് ഇറ്റ് മാർജിനലൈസസ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ലീഡിംഗ് ടു സൊസൈറ്റൽ ഡിസിന്റഗ്രേഷൻ. അതുപോലെ തന്നെ എന്താണ്, വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ പാർശ്വവൽക്കരിക്കുന്നു. അതുപോലെ തന്നെ അതിലൂടെ സാമൂഹിക ശിഥിലീകരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ ഡിസോസിയേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ പ്രോസസ്സ് ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുള്ള എക്സാമ്പിൾ ആണ് എന്താണ് സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റേസ് ഓർ ക്ലാസ്. അതായത് ജാതിയുടെ, വർഗത്തിന്റെ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആൾക്കാരെ വേർതിരിച്ച് നിർത്തുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ ഡ്യൂ ടു ഐഡിയോളജിക്കൽ ഓർ കൾച്ചറൽ ഡിഫറൻസസ്. സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണമോ അല്ലെങ്കിൽ ഐഡിയോളജി പരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണമോ ആൾക്കാരെ അല്ലെങ്കിൽ ഒരു സാമൂഹിക ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ സമൂഹത്തെ വേർതിരിച്ച് നിർത്തുന്നത് എന്താണ്, അതും ഡിസോസിയേഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചാണ് തുടങ്ങിയത് അല്ലെ. അതായത് വ്യക്തികളുടെ പരസ്പരമുള്ള ഇന്ററാക്ഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, അവിടെ ആവർത്തിച്ചുള്ള അവരുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്നുമാണ് സാമൂഹിക പ്രക്രിയകൾ ഡെവലപ്പായി വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്ന പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്, കൺജങ്ക്റ്റീവ് പ്രോസസ്സും ഡിസ്റ്റിങ്ക്റ്റീവ് പ്രോസസ്സും. ആൻഡ് ഈ കൺജങ്ക്റ്റീവ് പ്രോസസ്സിനകത്ത് കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഒക്കെയാണ് മെയിൻലി ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. സോ അതുപോലെ ഡിസ്റ്റിങ്ക്റ്റീവ് പ്രോസസ്സിനകത്ത് കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ഡിസോസിയേഷനും ഒക്കെയാണ് ഉള്ളത് നമ്മൾ പഠിച്ചു. ഓരോ സോഷ്യൽ പ്രോസസ്സും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ കൺജങ്ക്റ്റീവ് പ്രോസസ് ആയിട്ടുള്ള കോപ്പറേഷൻ, അക്കോമഡേഷൻ, അസിമിലേഷൻ, ഇന്റഗ്രേഷൻ ഇതൊക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇത്തരം സോഷ്യൽ പ്രോസസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇറ്റ് ഫോസ്റ്റർ യൂണിറ്റി ആൻഡ് സോഷ്യൽ ഹാർമണി ബൈ ബ്രിങ്ങിങ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടുഗദർ. അതായത് സമൂഹത്തിലെ വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനോ അവർ തമ്മിലുള്ള ഐക്യത്തെ, സാമൂഹിക ബന്ധത്തെയൊക്കെ ഊട്ടിയുറപ്പിക്കാനൊക്കെ സഹായിക്കുന്ന സോഷ്യൽ പ്രോസസ്സുകളാണ് ഈ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ. എന്നാൽ ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സുകളായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, ഡിസോസിയേഷൻ ഇതൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഇത്തരം സോഷ്യൽ പ്രോസസ്സുകൾ ക്രിയേറ്റ് ഡിവിഷൻ ആൻഡ് ടെൻഷൻ ബൈ പ്രയോറിറ്റൈസിങ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഓവർ കളക്റ്റീവ് വെൽബീയിങ്.
അപ്പോൾ കളക്ട് ആയിട്ടുള്ള ഒരു എന്താണ് ക്ഷേമത്തിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ പ്രയോറിറ്റിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെയോ ഇൻഡിവിജ്വലിന്റെയോ ഒരു ഇൻട്രസ്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് എന്താണ് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു വേർതിരിവും ടെൻഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹിക പ്രക്രിയകളാണ് കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, ഡിസോസിയേഷൻസ് എന്നൊക്കെ പറയുന്ന ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സുകൾ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ഓഫ് സോഷ്യൽ പ്രോസസ്സുകളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാറിപ്പോകാണ്ട് ഓർത്തിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യം തന്നെയാണ് നമ്മൾ സോഷ്യൽ പ്രോസസ്സുകൾ, കൺജങ്ക്റ്റീവ്, ഡിസ്ജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ പഠിച്ചില്ലേ? സോ ഇതിന്റെ ഇത് ഏതൊക്കെയാണ് കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സുകൾ, അതിന്റെ എന്താണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ടേബിൾ വൈസ് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന തരത്തിൽ ടേബിളൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആണ്. അതെന്താണ്? ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് അല്ലെ? അതെന്തുകൊണ്ടാണ് അത് അത്തരത്തിൽ കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണം എന്താണ്? ദിസ് പ്രൊമോട്ട് മ്യൂച്വൽ സപ്പോർട്ട്, ടീം വർക്ക് ആൻഡ് അലൈൻമെന്റ് ഓഫ് ടുവേർഡ് ഷെയർഡ് ഗോൾസ് അല്ലെ? അതായത് പൊതുവായിട്ടുള്ള പങ്കിട്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ പ്രോസസ് ആണ് കോർപ്പറേഷൻ. ഇത് മ്യൂച്വൽ സപ്പോർട്ടും ടീം വർക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് farmers working together to harvest crops, teams, project, etc. Okay. നെക്സ്റ്റ് അക്കോമഡേഷൻ ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. അതെന്ത് ചെയ്യുന്നു? ടു ഫെസിലിറ്റേറ്റ് കോഎക്സിസ്റ്റൻസ് ബൈ റെഡ്യൂസിങ് ടെൻഷൻ ആൻഡ് എനേബിളിംഗ് പീസ്ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റിംഗ് ഗ്രൂപ്പ്. അതായത് ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഗ്രൂപ്പുമായിട്ട് ഒരു സമാധാനത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രോസസ് ആണ് അല്ലേ? സോ അപ്പൊ അവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതിലൂടെ ഒരു ടെൻഷൻ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ എന്താണ് ഒരു കോഎക്സിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് ട്രേഡ് യൂണിയൻ, നെഗോസിയേഷൻസ്, പീസ് ട്രീറ്റീസ് എക്സെട്ര. നെക്സ്റ്റ് അസിമിലേഷനും എന്താണ്? ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. അസിമിലേഷനിലൂടെ എന്തുകൊണ്ടാണ് അത് കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറിയത്? ടു റെഡ്യൂസസ് കൾച്ചറൽ ഡിഫറൻസസ് ആൻഡ് ഫോഴ്സ് യൂണിറ്റി ബൈ ഇന്റഗ്രേറ്റിംഗ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഇൻടു എ ഷെയർഡ് കൾച്ചറൽ ഐഡന്റിറ്റി. അപ്പൊ അവിടെ എന്താണ്? അവിടെ വൈവിധ്യമാർന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവിടെ എന്താണ്? അവിടെ കൾച്ചറൽ ഐഡന്റിറ്റി അവിടെ ഒരുമിച്ച് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിലൂടെ ഒരു യൂണിറ്റി ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അസിമിലേഷൻ ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറിയത്. സോ ഒരു എക്സാമ്പിൾ ആണ് ഇമിഗ്രന്റ് അഡോപ്റ്റിംഗ് ലോക്കൽ കസ്റ്റംസ്, കൾച്ചറൽ ഇന്റഗ്രേഷൻസ് ഒക്കെ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഇന്റഗ്രേഷനും ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. അത് എന്തുകൊണ്ടാണ് ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് എൻകറേജസ് ഇൻക്ലൂസിവിറ്റി ആൻഡ് യൂണിറ്റി ബൈ അലൗവിംഗ് ഡൈവേഴ്സിറ്റി ടു ത്രൈവ് വിത്തിൻ എ യൂണിഫൈഡ് സോഷ്യൽ ഫ്രെയിംവർക്ക്. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എന്താണ് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ നടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇത് ഒരു കൺജങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പോളിസീസ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ്, സോ ഇതെല്ലാം ഇന്റഗ്രേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് അല്ലെ? കോൺഫ്ലിക്റ്റ് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. അത് എന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറിയത്? ടു ക്രിയേറ്റ് ഡിവിഷൻ ബൈ highlighting incompatible goals, interests or values often disrupting social harmony. സാമൂഹിക ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സപ്പെടുത്തുന്ന ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതിലൂടെ എന്താണ്? അവിടെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, വ്യക്തികളെ പരസ്പരം വേർതിരിച്ചു നിർത്തുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെയോ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെയോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അവരുടെ ഇൻട്രസ്റ്റ് നേടിയെടുക്കാൻ വേണ്ടി അവരുടെ വാല്യൂസിനെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. സോ ഇത് സോഷ്യൽ ഹാർമണിയെ തടസ്സപ്പെടുത്തുന്നു. സോ അതുകൊണ്ടാണ് ഇത് ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ആൻഡ് ലേബർ സ്ട്രൈക്സ്, പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്സ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് കോമ്പറ്റീഷൻ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. ഇതിലൂടെ എന്താണ്? ഇറ്റ്സ് പ്രയോറിറ്റൈസസ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഓവർ കളക്റ്റീവ് ഹാർമണി, ഓഫൺ ലീഡിങ് ടു ഇൻഇക്വാലിറ്റി ഓർ റൈവൽറി. അപ്പൊ എന്താണ് കോമ്പറ്റീഷൻ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ എന്താണ്? ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു. അവിടെ എന്താണ്? ഇത് കളക്റ്റീവ് ഹാർമണിയേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനോ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനോ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? ഒരു റൈവൽറി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഇൻഇക്വാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സാമൂഹികമായിട്ടുള്ള ഐക്യം അവിടെ ഉടലെടുക്കുന്നില്ല അല്ലെങ്കിൽ ഐക്യത്തെ ഉറപ്പിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതൊരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കോമ്പറ്റീഷനെ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ അക്കാഡമിക് കോമ്പറ്റീഷൻസ്, മാർക്ക് റൈവൽറി ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്.
ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. അതായത് ഒഴിവാക്കി നിർത്തുക, മാറ്റി നിർത്തുക, ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാമൂഹികമായിട്ടുള്ള ഐക്യം അവിടെ ഉടലെടുക്കുന്നില്ല, അവിടെ ഒരു സോഷ്യൽ കൊഹേഷൻ ഉണ്ടാകുന്നില്ല, അവിടെ എന്താണ് സാമൂഹിക ബന്ധങ്ങളെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശിഥിലീകരിക്കുന്നു, ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ഡിസോസിയേഷൻ എന്ന് പറയുന്ന സോഷ്യൽ പ്രോസസ് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സെഗ്രിഗേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റേസ് ഓർ ക്ലാസ് എന്നുള്ളത്. ക്ലിയർ? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ടൈപ്പ് ഓഫ് സോഷ്യൽ പ്രോസസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.